മനുഷ്യവംശത്തിന് സ്വർണത്തോടുള്ള അഭിനിവേശത്തിന് ഒരു പക്ഷേ ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട്. എന്നാണ് മനുഷ്യൻ ആദ്യമായി ഈ മഞ്ഞലോഹം കണ്ടുപിടിച്ചതെന്ന് തിട്ടമില്ലെങ്കിലും ആദിമശിലായുഗ കാലത്തെ, അതായത് BC 40,000-ഓളം വർഷം പഴക്കമുള്ള ഗുഹകളിൽ പുരാവസ്തു ഗവേഷകർ സ്വർണപാളികൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ചരിത്രാതീത കാലത്തെ നമ്മുടെ പൂർവികർ സ്വർണം ശേഖരിച്ചിരുന്നോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ? അഥവാ അവർ സ്വർണം അടങ്ങിയിരിക്കുന്ന ഗുഹകളിൽ താമസിക്കാൻ ഇടയായതാണോ? ഇതൊന്നും ഇതുവരെയും അറിവായിട്ടില്ല. മനുഷ്യൻ സ്വർണം കൈകാര്യം ചെയ്തതിൻ്റെ ആദ്യത്തെ സ്ഥിരീകരിച്ച തെളിവ് ലഭിക്കുന്നത് നൈൽ നദിയുടെ നാടായ പുരാതന ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിലെ ഫറോവന്മാരും പുരോഹിതരും വ്യാപകമായി സ്വർണം അവരുടെ ശവകുടീരങ്ങളിലും ആരാധനാലയങ്ങളിലും ഉപയോഗിച്ചിരുന്നു. എന്നു മാത്രമല്ല, ആധുനിക കാലത്ത് നാം കാണുന്ന സ്വർണപ്രഭയോടുള്ള ആസക്തി മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ദർശിക്കാനാവുന്നതും ആ കാലത്തു തന്നെയാണ്. ലോകത്ത് ആദ്യമായി ഒരു നാണയ കൈമാറ്റ വ്യവസ്ഥയെ സൃഷ്ടിച്ച് സമൂഹത്തിൽ സ്വർണത്തിൻ്റെ മൂല്യം ഏകീകരിച്ചതും ഈജിപ്തുകാരാണ്. ഒരു കഷ്ണം സ്വർണത്തിന് സമാന വലിപ്പത്തിലുള്ള 2.5 കഷ്ണം വെള്ളി എന്നായിരുന്നു കണക്ക്. ഈജിപ്തുകാർക്ക് ശേഷം സ്വർണം വ്യാപകമായി ഉപയോഗിച്ച മറ്റൊരു പ്രധാന സംസ്കൃതി ഗ്രീക്കുകാരുടേതായിരുന്നു. അവർ സ്വർണത്തെ സമൂഹത്തിലെ പദവിയുടെ ചിഹ്നമായും ദൈവങ്ങൾക്കും ദിവ്യപുരുഷന്മാർക്കുമിടയിലെ മഹത്വത്തിൻ്റെ ചിഹ്നമായുമാണ് കണ്ടിരുന്നത്. ഈജിപ്തിലെ പോലെ തന്നെ ഗ്രീസിലും അത് സമ്പത്തിൻ്റെയും പദവിയുടെയും ചിഹ്നവും ഒരു നാണയവ്യവസ്ഥയുമായിരുന്നു. എന്നിരുന്നാലും വിജയികൾക്ക് സ്വർണ്ണ മെഡലുകൾ സമ്മാനിക്കുന്ന ഒളിമ്പിക് പാരമ്പര്യം തുടങ്ങിയത് പുതിയ കാലത്തെ ഒളിമ്പിക്സിലാണെന്ന് പറയാം. അതിന് ഗ്രീക്കുകാരുടെ ആചാരവുമായി യാതൊരു ബന്ധവുമില്ല. കാലക്രമേണ സ്വർണം സമ്പത്തിൻ്റെ ചിഹ്നമായും ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരു നാണയ വ്യവസ്ഥയായും സ്ത്രീ പുരുഷന്മാർക്കിടയിലെ ആഭരണമായും പ്രചാരണം നേടിക്കൊണ്ടിരുന്നു. 18-ാം നൂറ്റാണ്ടായപ്പോൾ സ്വർണം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന ഭാഗമായി അംഗീകരിക്കപ്പെട്ടു. അമേരിക്കൻ കോൺഗ്രസ് 1792-ൽ സ്വർണത്തിൻ്റെ ആധുനിക ചരിത്രം പാടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിയമം പാസാക്കി. മിന്റ് ആൻഡ് കോയിനേജ് ആക്ട് എന്ന പേരായ ആ നിയമം അമേരിക്കൻ ഡോളറിന് അനുസരണമായി സ്വർണത്തിന് ഒരു വില നിശ്ചയിച്ചു. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഡോളറുകൾ സ്പാനിഷ് റിയാൽ പോലെ അനിഷേധ്യ നാണയങ്ങളായി മാറി. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനു ശേഷം 1873-ലെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് തൊട്ടുപിറകെ വെള്ളിയെ ഔദ്യോഗിക നാണയത്തിൽ നിന്ന് ഒഴിവാക്കി. ആദ്യമായി പേപ്പർ പണത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഔദ്യോഗിക കറൻസിയായി പ്രഖ്യാപിച്ചു. പിന്നീട് 2 ലോകമഹായുദ്ധങ്ങൾക്കു ശേഷം ആഗോള സമ്പദ്ഘടന തകർച്ചയിലായി. ആക്രമണങ്ങളും ബോംബ് വർഷങ്ങളും തകർത്ത നഗരങ്ങൾ പുനർനിർമ്മിക്കേണ്ട ഭാരിച്ച ജോലിയിൽ മിക്ക വൻ രാഷ്ട്രങ്ങളും ഏർപ്പെടേണ്ടി വന്നു. എന്നാൽ 2 യുദ്ധങ്ങളിലും കാര്യമായി പരുക്കേൽക്കാതിരുന്ന അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ്ഘടനയായി ഉയർന്നു വന്നു. അക്കാലത്താണ് അമേരിക്ക ഗോൾഡ് സ്റ്റാൻഡേർഡിന് രൂപം നൽകിയതും US ഡോളറിനെ ആഗോള കറൻസിയാക്കി മാറ്റിയതും. ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്വർണം വളരെ വലിയ പങ്കാണ് വഹിച്ചതെന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഇങ്ങനെ ഒരു ജീവനില്ലാത്ത ലോഹത്തിന് ആയിരക്കണക്കിന് കൊല്ലങ്ങളായി തുടർന്ന് ഭൂമിയിലെ മുഴുവൻ ജീവിതങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന ഒന്നായി നിലകൊള്ളാൻ കഴിഞ്ഞു എന്നത് ഈ ലോഹത്തിൻ്റെ നിഗൂഢവും അമാനുഷികവുമായ ശക്തിവിശേഷത്തെ വിളിച്ചോതുന്നു.